ഇന്ത്യൻ സിനിമാ ലോകത്ത് മലയാളി തലയുയർത്തി നിന്നൊരു വർഷമായിരുന്നു 2025. ക്വാളിറ്റി കണ്ടന്റ് മലയാളത്തിന് പുതുമയല്ല. എന്നാൽ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും അന്താരാഷ്ട്ര നിലവാരം പുലർത്തി ബോളിവുഡ് സിനിമകളെ പോലും അതിശയിപ്പിച്ച സിനിമകൾ ഈ കൊച്ചു ഇൻഡസ്ട്രിയിൽ ഈ വർഷമുണ്ടായി. ദക്ഷിണേന്ത്യൻ സിനിമാ വ്യവസായത്തിൽ മലയാളം തീർത്ത ഓളം സിനിമാ വ്യവസായത്തിന് വൻ പ്രതീക്ഷകൾ നൽകി. നമുക്കും 200 കോടിയും 300 കോടിയും നേടാനാവുമെന്ന് തെളിയിച്ചൊരു വർഷം കൂടിയായിരുന്നു 2025. L2 എമ്പുരാൻ 5 ഇന്ത്യൻ ഭാഷകളിൽ ഒരേ സമയം പ്രദർശനത്തിനെത്തി. 250 കോടിയിലധികം കളക്ഷനും വേൾഡ് വൈഡായി നേടി. തുടരുമെന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ വീണ്ടും ഇൻഡസ്ട്രി ഹിറ്റ് നേടി. സത്യനന്ദിക്കാട് ഒരുക്കിയ ഹൃദയപൂർവ്വത്തിലൂടെ അദ്ദേഹം ആ വിജയയാത്ര തുടർന്നു. മലയാള സിനിമയിലെ മാമൂലുകളെ ആകെ മാറ്റിമറിച്ച ചിത്രമായിരുന്നു ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ലോകയിൽ കല്യാണി പ്രിയദർശനായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. നായികാ പ്രാധാന്യമുള്ള ചിത്രം 300 കോടി ക്ലബിൽ ഇടം നേടുകയെന്ന അപൂർവതയും ലോക സിനിമയ്ക്ക് മുന്നിൽ മലയാളം സിനിമ കാണിച്ചു കൊടുത്തു. തുടരുമെന്ന ഇൻഡസ്ട്രി ഹിറ്റിന് 3 മാസം പോലും പ്രായമാകുന്നതിന് മുൻപ് അടുത്ത ഇൻഡസ്ട്രി ഹിറ്റും 300 കോടി ക്ലബും ലോക മലയാള സിനിമയ്ക്ക് നൽകി. മമ്മൂട്ടി നായകനായ കളങ്കാവലും ഹിറ്റ് ചാർട്ടിലുണ്ട്. പ്രണവ് മോഹൻലാലിന്റെ DS ഈറയും വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ആലപ്പുഴ ജിംഖാന, അവിഹിതം, രേഖാചിത്രം, ഓഫീസർ ഓൺ ഡ്യൂട്ടി, നരിവേട്ട, പടക്കളം, പൊന്മാൻ, റോന്ത്, സുമതി വളവ്, മരണമാസ തുടങ്ങിയ ചിത്രങ്ങളും ഭേദപ്പെട്ട വിജയം നേടി. മലയാളി ഏറെ ആഗ്രഹിച്ച കംബാക്ക് മോഹൻലാലിന്റെ ആണ് എങ്കിൽ ആ കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട്. നിവിൻ പോളി നായകനായെത്തിയ അഖിൽ സത്യൻ ചിത്രം സർവമായ ഇതിനകം 50 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ട്. എക്കോ പോലെയുള്ള ചെറു ചിത്രങ്ങൾ നേടിയ വിജയവും മലയാള സിനിമാ പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരത്തിന്റെ വൈവിധ്യമാണ് കാണിക്കുന്നത്. തമിഴിൽ സൂപ്പർ താര ചിത്രങ്ങൾ തലകുത്തി വീണ വർഷമാണ് 2025. തമിഴ് സിനിമകൾ തുടർച്ചയായി നിരാശപ്പെടുത്തിയതും മലയാള സിനിമകൾക്ക് മഞ്ഞുമൽ ബോയ്സിന് ശേഷം വീണ്ടും തമിഴ്നാട്ടിൽ വലിയ ജനപ്രീതി ഉണ്ടാക്കാൻ കാരണമായി. കമൽഹാസന്റെ തഗ് ലൈഫ്, അജിത്തിന്റെ വിടാമുയർത്തി, സൂര്യയുടെ റെട്രോ, വിക്രമിന്റെ വീരധീരസൂരൻ, ദുൽഖർ സൽമാന്റെ കാന്ത തുടങ്ങിയ ചിത്രങ്ങളൊന്നും കളം പിടിക്കാതെ പരാജയമായി മാറി. ടൂറിസ്റ്റ് ഫാമിലി, ഡ്യൂഡ്, ബൈസൺ എന്നിങ്ങനെ ചുരുക്കം ചില ചിത്രങ്ങൾക്ക് മാത്രം തമിഴ് പ്രേക്ഷകർ പച്ചക്കൊടി കാണിച്ചു. കന്നഡ ചിത്രം കാന്താര ചാപ്റ്റർ 1 ആണ് ബ്രഹ്മാണ്ഡ വിജയം നേടിയ ഒരു തെന്നിന്ത്യൻ ചിത്രം. ഏറെക്കാലമായി നിലം തൊടാത്ത ബോളിവുഡിന് ദുരന്തർ പോലെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സൃഷ്ടിക്കാനും സാധിച്ചു. മലയാള സിനിമയിൽ സെൻസർ കട്ടുകളും ഏറെ ചർച്ച ചെയ്യപ്പെട്ട വർഷമായിരുന്നു 2025. ഇൻഡസ്ട്രിയെ എന്നല്ല രാജ്യത്തെ തന്നെ പ്രകമ്പനം സൃഷ്ടിച്ച ബുക്ക് മൈ ഷോയ്ക്ക് വരെ പണിമുടക്കേണ്ടി വന്ന എമ്പുരാന്റെ കുതിപ്പ് ചെന്നവസാനിച്ചത് രാജ്യം മുഴുവൻ കത്തിപ്പടർന്ന വിവാദത്തിലായിരുന്നു. ഗുജറാത്ത് കലാപത്തെ സൂചിപ്പിക്കുന്ന പ്രമേയ സ്വഭാവമായിരുന്നു കാരണം. ത്രില്ലറും ഹൊററും ഫീൽ ഗുഡ് ഡ്രാമകളും മറ്റുമായി 180-ൽ പരം മലയാള ചിത്രങ്ങൾ ഇത്തവണ തിയേറ്ററുകളിലെത്തി. 150ഓളം ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. ഇത് മലയാള സിനിമാ വ്യവസായത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. മമ്മൂട്ടിയുടെ ബസൂക്ക, പൃഥ്വിരാജിന്റെ വിലായത്ത് പുത്ത, ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ നിരാശ സമ്മാനിച്ചു. മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാലിനെ രാജ്യം സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിച്ച വർഷമെന്ന പ്രത്യേകതയും 2025-നുണ്ട്. നേട്ടങ്ങൾ മാത്രം എണ്ണി പറഞ്ഞ് പുളകം കൊള്ളാമെങ്കിലും മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ച ചില കലാകാരന്മാരുടെ വിടവാങ്ങൽ കൊണ്ട് കണ്ണീരിന്റെ നനവും ഈ വർഷം മലയാളി അറിഞ്ഞു.